ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഈ ആഴ്ചയിലെ പുതിയൊരു പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചയിലെ എപ്പിസോഡൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളതരം, എന്നാലും ഒരുമിച്ച് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വിശേഷം കേൾക്കാം കേട്ടോ. ഞാൻ ഏകദേശം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ നന്ദൂട്ടിയുടെ ആ ഒരു വിവാഹ നിശ്ചയ രംഗങ്ങളൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദു ഇതെങ്ങനെയെങ്കിലും മുടങ്ങിപ്പോയാൽ മതിയായിരുന്നു ദൈവമേ എന്ന് പറഞ്ഞ് നന്ദൂട്ടി ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ. ആ സമയം നമ്മുടെ അനിയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട്, എടാ ഇയാളെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കിയെടുത്തോളം അത്ര വലിയ ഒരു സേഫ് ഒന്നും അല്ല. അപ്പോൾ നീയും നമ്മുടെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് നീ ഒന്ന് പെട്ടെന്ന് ഒന്ന്, ആകെ 2 ദിവസമേ ഉള്ളൂ, വീട്ടിലെ ചേച്ചിമാരെല്ലാം വന്നിട്ടുണ്ട്. ആരൊക്കെ? നവ്യയും നയനയൊക്കെ വന്നിട്ട് വീട്ടിൽ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ഇയാളുടെ നാടും ആ ഒരു തറവാടും ഒക്കെ ഒന്ന് പോയി നിങ്ങൾ അന്വേഷിച്ചിട്ട് വരണം. എൻ്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കുന്നുണ്ടെന്ന് നന്ദു പറഞ്ഞു. അങ്ങനെ നന്ദുവിൻ്റെ നിശ്ചയം അടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അനി ജ്വല്ലറിയിലും മറ്റും പോകാണ്ട് തന്നെ നന്ദുവിൻ്റെ അനിയുടെ ഫ്രണ്ട്സിനെയും കൂട്ടി അനിയും ആ ഫ്രണ്ട്സും കൂടെ ചേർന്ന് പോവാണ്. അങ്ങനെ അവർ പോയി തിരക്കി 1-2 സ്ഥലങ്ങളിൽ തിരക്കിയെടുത്ത് അവർക്ക് അത്ര വലിയ ഒരു പരിചയമൊന്നും തോന്നിയില്ല ഈ സച്ചിദാനന്ദനെ കുറിച്ച്. അങ്ങനെ സച്ചിനെ കുറിച്ച് തിരക്കി 1-2 സ്ഥലങ്ങളിൽ തിരക്കിയപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. കാര്യം ഇയാൾ പല സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും അവിടെ നിന്ന് എന്തെങ്കിലും വശപിശ കേസുകളൊക്കെ ഉണ്ടാക്കി ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ ഇയാളുടെ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ അവർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അന്നേരം പറയുന്നില്ല. അത് കഴിഞ്ഞ് നവ്യയും നയനയും കൂടെ ചേർന്നിട്ട് നന്ദൂട്ടിക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അച്ഛനും അമ്മയും പറഞ്ഞു. കാരണം മനസ്സുകൊണ്ട് ഒരിക്കലും സച്ചിദാനന്ദനെ നന്ദു അംഗീകരിച്ചിട്ടില്ല. നന്ദുവിൻ്റെ മനസ്സിൽ ആകെ നന്ദു ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ ഒരാൾ അനി മാത്രമാണ്. ഒരിക്കൽ പോലും ഈ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന CI നന്ദൂട്ടിയുടെ മനസ്സിൽ പോലും ഒന്ന് കയറി വന്നിട്ടില്ല. കാരണം ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. അത് നന്ദുവിനെ അറിയാം. നന്ദു പിന്നെ അത് എത്ര പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാവുന്നില്ല, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അമ്മയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മാത്രമാണ് നമ്മുടെ നന്ദു ഈ നിശ്ചയത്തിന് സമ്മതിച്ചത്. അങ്ങനെ നിശ്ചയം അടുത്തു. ആ സമയം നമ്മുടെ അനിയും അവരൊക്കെ പോയി കാര്യങ്ങളൊക്കെ തിരക്കി വന്നു. അപ്പം നിശ്ചയ ദിവസം രാവിലെ ആവുകയാണ്. അപ്പോൾ സച്ചിദാനന്ദൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എടാ എങ്ങനെയെങ്കിലും ഈ നിശ്ചയം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഭാഗ്യം. കാര്യം അവർക്കറിയാം മോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തൊരാളും പെണ്ണു കൊടുക്കില്ല. കാരണം അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടാണ് സച്ചിദാനന്ദനുള്ളത്. അങ്ങനെ നിശ്ചയ ദിവസം അവിടെ നിന്ന് എല്ലാവരും വരികയാണ്. നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നില്ല. കാരണം അവർക്ക് എന്താണെന്നറിയില്ല, അനിയെ കൊണ്ട് നന്ദൂട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ആഗ്രഹം. അപ്പോൾ അതുമായിട്ട് അവരവിടെ പോയിട്ട് ഗോവിന്ദനും കനകയ്ക്കും താല്പര്യമില്ലയെന്ന് പറഞ്ഞത് കൊണ്ടാണോ, അത് കാണാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല, അവരൊഴികെ ബാക്കി ദേവയാനി, ജലജ, ജയൻ, പിന്നെ നമ്മുടെ ആദർശ്. കാരണം നവ്യയും നയനയും ഓൾറെഡി 2 ദിവസം മുന്നേ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയാണ്. അഭി വന്നില്ല. അപ്പം ഇറങ്ങാൻ നേരത്ത് ദേവയാനി ചോദിച്ചു, നിൻ്റെ മോൻ എന്തെന്ന് ചോദിച്ചപ്പോൾ അവനെ തിരക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ ജലജേനായിട്ടൊന്ന് വാരി, എന്ത് തിരക്കാന്നറിയാൻ പാടില്ല, എന്ത് ജോലിയാണോ ഒന്നും അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തിന് പോലും സഹകരിക്കാണ്ട് അവൻ എന്താ ജോലി എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞു. ഇറങ്ങണ തൊട്ട് ജലജ ഓരോ കുത്തുവാക്കുകൾ എല്ലാവർക്കും ഇട്ട് കൊടുത്താണ് ഈ നിശ്ചയത്തിനോട് പോകുന്നത്. പിന്നെ അനി ഓൾറെഡി വരുന്നില്ല, വരണ്ടാന്ന് നന്ദു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിശ്ചയ ദിവസം ഇവരെല്ലാവരും വീട്ടിൽ അവിടെ കനകയുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവ്യയും നയനയും അവരെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. കനക അവർക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്ത് ചെയ്യുന്ന അവർ ചോദിക്കുന്നുണ്ട്. അവർ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജലജ ഓരോ കുത്തുവാക്കുകൾ ഇങ്ങനെ ഇട്ട് പറയുന്നുണ്ട്. എന്തായാലും നന്ദുവിനെ അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, 3 കുട്ടികളെയും ഒരു വീട്ടിൽ തന്നെ അയക്കുന്നത് ആൾക്കാർ അത്ര നല്ല രീതിയിൽ പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് അനന്തപുരിക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെന്തായാലും ഇത്ര എത്തിയല്ലോ, അപ്പോൾ അത് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ നന്ദൂട്ടി ഇതുവരെ സാരി ഒന്നും ഉടുത്തില്ല കേട്ടോ. അങ്ങനെ ദേവയാനും ജലജയും ചെന്ന് ഏത് സാരിയാണ് മോളെ ഉടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണോ ഉടുക്കുന്നത്, എനിക്ക് ഇതാ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ഒരു ഇഷ്ടമാണോ
ആ ഒരു രണ്ടും കെട്ട പരുവത്തിൽ നന്ദു നിൽക്കുകയാണ്. അപ്പം നന്ദു ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കോള് വെയിറ്റ് ചെയ്യുന്നു, ആരെയോ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ 2-3 പ്രാവശ്യം വന്ന് പറഞ്ഞു, മോളെ സാരി ഉടുക്ക്, ടൈമായി, അവരൊക്കെ ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഉടുത്തോളാം നൈനേച്ചി, നിങ്ങളൊക്കെ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദുവിന് ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. അങ്ങനെ അവരെല്ലാവരും എത്തി. നമ്മുടെ സച്ചിദാനന്ദനും അച്ഛനും അമ്മയും എത്തുകയാണ്. അവർ മാത്രമേ വന്നുള്ളൂ, വേറെ ആരും അവർ വിളിച്ചില്ലെന്നാണ് പറഞ്ഞത്. കാര്യം ബന്ധുക്കളെ എന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ കള്ളത്തിനും പൊളിയുമല്ലോ, അതുകൊണ്ട് ബന്ധുക്കളെന്നും അധികം കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നിശ്ചയത്തിൻ്റെ സമയമായി. അങ്ങനെ നയന വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും നന്ദു സാരി ഒന്നും ഉടുത്തിട്ടില്ല. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, മോളെ വേഗം ആവട്ടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാവാമെന്ന് പറഞ്ഞ് ഡോർ അടച്ചിട്ട് നമ്മുടെ നന്ദു ഫോണിലൊരു സീൻ കാണുകയാണ്. അത് ജസ്റ്റ് അന്നേരം കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിശ്ചയത്തിന് വിളക്കെല്ലാം കത്തിച്ച് അതിൻ്റേതായ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി സച്ചിദാനന്ദൻ നിശ്ചയത്തിൻ്റെ ആ തട്ടിലിരിക്കുകയാണ്. ഇനി നമ്മുടെ നന്ദുവും കൂടെ വന്നിരുന്നാൽ മതി. അപ്പോൾ കാണാം നമ്മുടെ നന്ദു പോലീസ് വേഷത്തിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അമ്പരന്ന് പോകണം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, SI ആയതുകൊണ്ടായിരിക്കും, എങ്കിൽ പിന്നെ ഞാനും പോലീസ് വേഷത്തിൽ തന്നെ വരില്ലേ നന്ദു, നീ എന്നോട് പറയാത്ത എന്തേന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നന്ദു സച്ചിദാനന്ദൻ്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് പൊളിച്ചടുക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഇയാൾ വെറും ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്നും ഇയാൾക്ക് ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സായി അതിലൊരു കുഞ്ഞുണ്ടെന്നും നമ്മുടെ നന്ദു പറയുന്നുണ്ട്. സച്ചി അങ്ങ് ഞെട്ടിത്തെറിക്കണം, അവിടെ നിന്നവരും ഞെട്ടിത്തെറിക്കണം. അതിനേക്കാൾ ഒരു വലിയ വിശേഷം, ഇന്ന് രാവിലെ ഇയാൾ പണ്ടോ ഏതോ ഒരു സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോൾ ഒരു നിരപരാധിയായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് തല്ലി ചതച്ച് നടു ഒടിച്ചിട്ട ഒരു വ്യക്തി ഇന്ന് രാവിലെ, അതായത് 2 മണിക്കൂർ മുന്നേ, ആ നിശ്ചയത്തിന് 2 മണിക്കൂർ മുന്നേ മരണപ്പെടുകയാണ്. അതിൻ്റെ പേരിൽ ഇയാൾക്ക് അറസ്റ്റ് ഉണ്ട്. പക്ഷേ ഇയാൾ മൊബൈലൊക്കെ സച്ചിദാനന്ദൻ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മേളിൽ നിന്നുള്ള കോളോ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിലോ വാർത്തകളോ ഒന്നും ഇയാൾ അറിഞ്ഞില്ല സച്ചിദാനന്ദൻ. അപ്പം നന്ദുവിന് മേളിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു, ഇങ്ങനെ സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോഴെല്ലാവരും ഞെട്ടാണ്, ഇത്രയ്ക്കും വൃത്തികെട്ടവനാണോ എന്നുള്ളത്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, പെണ്ണ് വിഷയത്തിൽ വെറും തെണ്ടിയായിട്ടുള്ള ഒരു തരികിടെ ഫ്രോഡാണ് അവൻ എന്ന് പറഞ്ഞിട്ട് വൃത്തിയെ നന്ദു കൊടുക്കണം കേട്ടോ. നന്ദുവിന് കിട്ടിയ അവസരമല്ലേ, ആദർശം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടെ എടുത്തിട്ട് സച്ചിനെ അങ്ങോട്ട് അലക്കി ആ നിശ്ചയം അങ്ങ് മുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ നന്ദുവിന് ഇതുപോലൊരു സമാധാനമില്ല. അങ്ങനെ നന്ദു എല്ലാവരുടെ മുമ്പിലിട്ട് 2 പറഞ്ഞ് അവനെ GP കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ നവീനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നുണ്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ, യവൻ ഈ അതിർത്തിയിലുള്ള സ്റ്റേഷനിലൊക്കെ ആയിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ വറുത്ത് കോടതിയിലിട്ട് കോരിയനടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട്, നന്ദു അല്ലെങ്കിൽ നീ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങ് തന്നാൽ മതി, നിന്നെ വിവാഹ നിശ്ചയം വരെ കള്ളം പറഞ്ഞ് എത്തിച്ചു എന്ന പേരിൽ ഒരു കേസ് വരികയാണെങ്കിൽ അവൻ ഇവിടെ ഇട്ട് കോടതിയിൽ ഞാൻ വറുത്ത് കോരാം എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകണം. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടിടുകയും ആ ജയിലിലിട്ട് സെല്ലിനകത്ത് കൊണ്ടിട്ട രംഗം നന്ദു അപ്പോൾ തന്നെ നമ്മുടെ അനീനെ വിളിച്ച് കാണിക്കുന്നത്. പണ്ട് അനി കിടന്നപ്പോൾ ഇവൻ കുറേ മാസ് ഡയലോഗൊക്കെ ഇറക്കിയായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെളിയിരുത്താൻ പറ്റില്ല, അനീനെ അന്ന് വെളിയിലിരുത്ത് സെല്ലിനകത്ത് ഇടണ്ടെന്ന് നന്ദു പറഞ്ഞപ്പോൾ അന്ന് അവന് ഭയങ്കര ഡിമാൻഡായിരുന്നു. പക്ഷേ അനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നന്ദു അവൻ്റെ സെല്ലിനകത്ത് എന്നെ CA സച്ചിദാനന്ദനെ ഇടുകയാണ്. അങ്ങനെ അനി വന്ന് 2 ഡയലോഗൊക്കെ അടിച്ച് വിടുകയാണ്. അങ്ങനെ എന്തായാലും ആ എൻഗേജ്മെൻറ്റ് മുടങ്ങി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും അനന്തപുരിക്കാർ തറവാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇത് കേട്ടിട്ട് ആകെ ഒരു അന്താളിപ്പായിരുന്നു. അപ്പോൾ ഇത് മുടങ്ങി എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തായാലും ഇത് അവരുടെ സത്യം സ്നേഹമാണ്, അനിയും നന്ദു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അവർക്ക് ഒരുമിക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ അവരൊരുമിക്കട്ടെ. ഒരിക്കലും നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും സങ്കടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നന്ദുവിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വരട്ടെ, ഇനി അവരുടെ മനസ്സൊക്കെ മാറട്ടെ. പക്ഷേ ഇവിടെ മാറാനാണ് നമ്മുടെ ഗോവിന്ദനും കനകയും ആ പിടുത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതല്ലെങ്കിൽ വേറൊരു കല്യാണം വരട്ടെ എന്ന രീതിയിൽ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മ ഇവളുടെ മനസ്സിലെ മൊത്തം ഈ അനി തന്നെയാണ്, ഇവൾക്ക് ഇതിപ്പോൾ ഒരു കാരണം കിട്ടിയത് കൊണ്ട് സമ്മതിച്ചു. സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണ്, പക്ഷെ നല്ലൊരു ആലോചന വന്നാൽ നന്ദു നീ സമ്മതിക്കണമെന്നൊക്കെ ചേച്ചിമാർ 2 പേരും പറഞ്ഞ് നന്ദുവിനെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്കൊരു സമാധാനം തരണേന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് പോകുന്ന സീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയ്ക്ക് പെട്ടെന്നൊരു
ബുദ്ധിമുട്ട് വരികയാണ്. അതായത് നയനയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു തലകറക്കം. പെട്ടെന്ന് വീട്ടിൽ നിന്ന് അനന്തപുരി തറവാട്ടിലെത്തി നയന. പക്ഷേ എന്തോ ഒരു പെട്ടെന്ന് തലചുറ്റൽ വരെയും പെട്ടെന്ന് തന്നെ ആദർശ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കരളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് നയന. എങ്കിലും പെട്ടെന്ന് ദേവയാനി ഒന്ന് പേടിക്കണം. അപ്പോൾ ഞാനും വരാൻ മോനെന്ന് പറയുമ്പോൾ വേണ്ടമ്മേ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോയി വരണം. പക്ഷേ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് അനന്തപുരി തറവാട്ടിൽ അന്നേരം വരുന്നത്. നമ്മുടെ ആദർശും നയനും ഒരച്ഛനും അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. അങ്ങനെ ആ വിവരമൊക്കെ അറിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നെ അതിനിടയിൽ വരുന്നത് നമ്മുടെ നവീൻ. നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് മുടങ്ങി ആ നിമിഷം തൊട്ട് നവീൻ്റെ ഉള്ളിൽ ഒരു പെട്ടെന്നൊരു എന്താണ് ഒരു സ്പാർക്കിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നവീൻ്റെ ഉള്ളിൽ നന്ദുവിനോടൊരു ഇഷ്ടം തോന്നുകയാണ്. പക്ഷേ നവീൻ എന്ന് വെച്ചാൽ നവീൻ്റെ പല രംഗങ്ങളും കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ളതും നന്ദുവിൻ്റെ കുറേ ചില ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് നവീൻ ഒരുപാട് പല സ്വപ്നങ്ങളിങ്ങനെ കാണാൻ. അപ്പോൾ കേസൊക്കെ ഒരു വശത്ത് ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും നവീൻ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരിഷ്ടമൊക്കെ കൂടി വരുന്നുണ്ട്. ഇത് മറ്റാർക്കും അറിയില്ല, നവീൻ്റെ ഉള്ളിൽ മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ അത് ഏത് രീതിയിലൊക്കെയാണ് നവീൻ അത് പ്രസൻറ്റ് ചെയ്യാൻ പോകണമെന്നറിയില്ല. അതിനിടയിൽ നമ്മുടെ അനി എല്ലാവർക്കും തറവാട്ടിൽ ലഡുവും മധുരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവീൻ്റെ വീട്ടിൽ വന്നിട്ട് നവീൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനൊക്കെ ലഡു കൊടുക്കുന്നു. ആ സമയത്ത് നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, മോനെ ഇതുവരെ ഇവിടെ ഒരാളുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവണ കാണാനുള്ള കൊതി കൊണ്ടാണ്. ഏത് ആലോചന വന്നാലും നവീൻ സമ്മതിക്കത്തില്ല, നീ ഒന്ന് സംസാരിച്ച് ഒന്ന് സമ്മതിപ്പിച്ചുള്ളൂ, നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്ന് അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അനി വന്ന് നവീനിൽ മധുരമൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പരാതിയുണ്ട്, അപ്പോൾ നിൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണം, അതൊക്കെ റെഡിയാക്കാം, ഒരാൾ മനസ്സിലുണ്ടടാ, അപ്പോൾ വരട്ടെ, അപ്പോൾ ഞാൻ വീട്ടിൽ പറയട്ടെ എന്ന് അനി ചോദിക്കുന്നുണ്ട്. വേണ്ട ഇപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനങ്ങളൊക്കെ ഒന്ന് ആവട്ടെ എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് നവീൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ അനി അറിയുന്നില്ല നവീൻ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നന്ദൂട്ടി ആണെന്നുള്ളത് അറിയില്ല. നവീനും അറിയില്ല അനി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് അനിയും പറഞ്ഞിട്ടുണ്ട് നവീൻ്റെ അടുത്ത്. പക്ഷേ അത് നന്ദു ആണെന്ന് അറിയില്ല. പക്ഷേ അത് എങ്ങനെയാണ് ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ, കാരണം നവീനെ ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ഇനിയിപ്പോൾ നന്ദുവിന് അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിയുടെ ഡൈവേഴ്സ് എത്തുകയാണ്. ഡൈവേഴ്സിൻ്റെ കേസ് ഇന്ന് കോടതിയിൽ വരെയാണ്, കുടുംബ കോടതിയിൽ. അപ്പോൾ അനി പറയുന്നുണ്ട്, നവനീതെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി വിട്ടു തന്നിക്കണേ. എടാ ഞാൻ പോലും കോടതി വരേണ്ട കാര്യമില്ല, നിഷ്പ്രയാസം നിനക്ക് ഡൈവേഴ്സ് കിട്ടും. കാരണം അനാമികയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി പിന്നെ എന്തിനാണ് ഡൈവേഴ്സിൻ്റെ ഒരു മുടക്കം? അതുകൊണ്ട് അതൊന്നും നീ പേടിക്കണ്ട, എല്ലാം നിഷ്പ്രയാസം മാറി കിട്ടും, എല്ലാം ഓക്കെ ആയി വരൂട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നല്ല സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജലജയ്ക്ക് നമ്മുടെ നയനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ജലജ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇവർക്ക് എന്തെങ്കിലും അച്ഛന് വന്നതുപോലെ മാരക രോഗം പിടിപെടണേ. വെറും ദുഷ്ട മനസ്സാണ് ഈ ജലജയ്ക്കൊക്കെ ഉള്ളത്. പിന്നെ ജാനകി ഇപ്പോൾ പണ്ടത്തെ കണക്കുള്ള ദേഷ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നന്ദുവിൻ്റെ കാര്യത്തിൽ ജാനകി ഈ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. പിന്നെ ഇതിനിടയിൽ നമ്മുടെ അനി നന്ദുവൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അനി മധുരം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നന്ദുവിനെയും വിളിച്ച് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നയനയുടെ അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഒക്കെ ഒരുപാട് സന്തോഷമാവാണ് നമ്മുടെ നയന പ്രഗ്നൻ്റ് ആയതിൽ. കാരണം എല്ലാവരും കാത്തിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പത്രമാറ്റിൻ്റെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നന്ദുവിൻ്റെ കാര്യത്തിൽ 2 പേരിൽ ആരെയാണ് നന്ദു ഇനി വിവാഹം കഴിക്കുന്നത്? എന്തായാലും നന്ദുവിൻ്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, നമ്മുടെ അനി മാത്രമാണ്. ഇനിയിപ്പോൾ അത് ഏത് രീതിയിൽ എങ്ങനെയാണ് ഒക്കെ വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഓരോ പ്രൊമോ വീഡിയോയിൽ കാണാം. ഈ ഒരാഴ്ചത്തെ പത്രമാറ്റിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ പ്രൊമോ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൊമോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് തരണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ്, അതായത് പറയുന്ന ക്ലിയർ ആവുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെ എപ്പിസോഡ് ഇടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.